We shall now discuss the applications of total internal reflection. ഇതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണ്, മിറേജ്. ഇത് ശരിക്കും പ്രൊനൗൺസ് ചെയ്യേണ്ടത് മിറാഷ് എന്നാണ്. നമ്മൾ സ്പെല്ലിംഗ് വെച്ചിട്ട് മിറേജ് എന്ന് പറയുന്നത് മാത്രം. അപ്പോൾ ഈ ഒരു ഫിനോമിനൻ ഓഫ് മിറേജ് ഈസ് അപ്പിയറിങ് ഓൺ ഹോട്ട് ഡേയ്സ് ഇൻ ഡെസേർട്സ് ആൻഡ് ഓൺ ടാർഡ് റോഡ്സ്. അപ്പോൾ ഡെസേർട്ടുകളിലും അതുപോലെ ടാറിട്ട റോഡുകളിലും നമുക്ക് ഈ ഒരു മിറേജ് എന്ന് പറയുന്ന ഫിനോമിനൻ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഹോട്ട് സമ്മർ ഡേയ്സിൽ ഗ്രൗണ്ടിൻ്റെ വളരെ അടുത്തുള്ള, ഇപ്പോൾ ടാർ റോഡാണെങ്കിൽ അതിൻ്റെ വളരെ അടുത്തുള്ള എയർ ലെയേഴ്സ്, ഇപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് എയർ ലെയേഴ്സ്. ഈ ഏറ്റവും താഴെയുള്ള എയർ ലെയേഴ്സ് നല്ല ഹോട്ടായിരിക്കും, അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. ആ എയർ ലെയേഴ്സിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കുറവാണ്. ആ ഹോട്ട് ആയിട്ടുള്ള ലെസ് ഡെൻസ് ആയിട്ടുള്ള എയർ ലെയേഴ്സിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഓൾസോ ലെസ്. അപ്പോൾ ഹോട്ട് ഡേയ്സിൽ ഈ ഗ്രൗണ്ടിൻ്റെ വളരെ അടുത്തുള്ള എയർ ലെയേഴ്സിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവും, മുകളിലേക്ക് പോകുന്തോറും ഡെൻസിറ്റി ഓഫ് ദി ആ ഹോട്ട്നെസ് കുറയുന്നു. മുകളിലേക്ക് പോകുന്തോറും ഹോട്ട്നെസ് കുറയുന്നു. അപ്പോൾ എയർ ലെയേഴ്സ് വിൽ ബി മോർ ഡെൻസ് ആൻഡ് ഇറ്റ്സ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വിൽ ഓൾസോ ബി ഹൈ. അപ്പോൾ മുകളിൽ ഒരു ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും താഴെ ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആയിരിക്കും. അപ്പോൾ ഒരു ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് ലൈക്ക് എ ട്രീ, ഇപ്പോൾ ഒരു ട്രീയിൽ നിന്നുള്ള റേസ് ഓഫ് ലൈറ്റ്, ഇതിൽ നിന്ന് വരുന്ന റേസ് ഓഫ് ലൈറ്റ് ഓരോ ലെയറിലെത്തുമ്പോഴും ദ റേ ഈസ് ട്രാവലിംഗ് ഫ്രം ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ടു ലോവർ റിഫ്രാക്റ്റീവ്, ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. സോ ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അങ്ങനെ ഡിഫറെൻറ്റ് ഓരോ എയർ ലെയറിൽ കൂടെയും ഇറ്റ് വിൽ ബെൻഡ് മോർ ആൻഡ് മോർ എവേ ഫ്രം ദി നോർമൽ. ഇപ്പോൾ നമ്മളങ്ങനെ നോർമൽ വരയ്ക്കുകയാണെങ്കിൽ അത് ഇറ്റ് വിൽ ബെൻഡ് മോർ ആൻഡ് മോർ എവേ ഫ്രം ദി നോർമൽ ആൻഡ് അറ്റ് വൺ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, ദി റേ വിൽ സഫർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഓരോ ലെയറിലെത്തുമ്പോഴും ദ റേ ഈസ് ബെൻഡിങ് മോർ ആൻഡ് മോർ എവേ ഫ്രം ദി നോർമൽ ആൻഡ് അറ്റ് വൺ പർട്ടിക്കുലർ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ. അറ്റ് വൺ പർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ, ദ റേ വിൽ ബി ടോട്ടലി ഇൻറ്റേർണലി റിഫ്ലക്റ്റഡ്. അപ്പോൾ ഈ റിഫ്ലക്റ്റഡ് റേ ആണ് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് എയർ ലെയേഴ്സിൽ ദ റിഫ്ലക്റ്റഡ് റേ റീച്ചസ് ദ ഐസ് ഓഫ് ദി ഒബ്സർവർ. റിഫ്ലക്റ്റഡ് റേ ആണ് ഒബ്സർവറിലേക്ക് എത്തുന്നത്. ആ റിഫ്ലക്റ്റഡ് റേയിനെ ബാക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ അവിടെ ആയിരിക്കും ഈ ഒബ്സർവർ ഇമേജ് കാണുന്നത്. സോ ദ ഒബ്സർവർ വിൽ സീ ആൻ ഇൻവേർട്ടഡ് ഇമേജ്. ഇതിൻ്റെ ഒരു ഇൻവേർട്ടഡ് ഇമേജാണ് ഒബ്സർവർ കാണുന്നത്. അതായത് ഈ മരത്തിൻ്റെ തൊട്ടടുത്ത് ഒരു പൂൾ ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ ആ പൂളിൽ നിന്നുള്ള ഒരു റിഫ്ലക്ഷൻ ആയിട്ടാണ് ഒബ്സർവർ ഇതിൻ്റെ ഇമേജ് കാണുന്നത്. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി ആൻ ഓപ്റ്റിക്കൽ ഇലൂഷൻ കോസ്ഡ് ബൈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിറേജ് എന്ന് പറയുന്ന ഫിനോമിനൻ നമുക്ക് ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു റോഡിൻ്റെ വളരെ ദൂരെയുള്ള റോഡിൻ്റെ ഒരു പാച്ച് ഓഫ് റോഡ് നമുക്ക് വെറ്റായിട്ട് തോന്നും. പക്ഷെ അടുത്തെത്തുമ്പോൾ അവിടെ വെള്ളമുള്ള പോലെ തോന്നും. ദൂരെ നിന്ന് നോക്കുമ്പോൾ അടുത്തെത്തുമ്പോഴേക്ക് അത് ഒന്നുമില്ല, ഇറ്റ് ഈസ് ഓൺലി ആൻ ഇലൂഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ദി അപ്പർ ലെയേഴ്സ് ആർ കൂൾ ആൻഡ് ഡെൻസ് വെറാസ് ദ ലോവർ ലെയേഴ്സ് ബീയിങ് ഹോട്ട് ദേ ആർ ലെസ് ഡെൻസ്. അപ്പോൾ ലൈറ്റ് ഈസ് ട്രാവലിംഗ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം ആൻഡ് വെൻ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ഇറ്റ് വിൽ ഗെറ്റ് ടോട്ടലി ഇൻറ്റേർണലി റിഫ്ലക്റ്റഡ്. ആ റിഫ്ലക്റ്റഡ് റേനെ ബാക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇമേജ്, അതാണ് ഒബ്സർവർ കാണുന്നത്. സോ ദി ഇമേജ് ഓഫ് എ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് വിൽ ബി ഇൻവേർട്ടഡ് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ ഇലൂഷൻ ദാറ്റ് ദ ട്രീ ഈസ് സ്റ്റാൻഡിങ് നിയർ എ പൂൾ ഓഫ് വാട്ടർ. ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് മിറേജ്. ഇനി ഇതിൻ്റെ മറ്റൊരു ആപ്ലിക്കേഷൻ, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഈസ് ദി ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്സ്. അപ്പോൾ ഡയമണ്ടിൻ്റെ ബ്രില്യൻസ് ഈസ് ഓൾസോ ഡ്യൂ ടു ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഈ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഡയമണ്ട്
air interface, critical angle for diamond air interface is approximately 24.4 degree. അപ്പോൾ ഇത്രയും ചെറിയ ക്രിട്ടിക്കൽ ആംഗിളാണ്. അപ്പോൾ ഒരിക്കൽ ലൈറ്റ് ഡയമണ്ടിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ ആംഗിൾ ബീയിങ് വെരി സ്മോൾ, ദ ലൈറ്റ് വിൽ അണ്ടർഗോ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഇൻസൈഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ നോട്ട് escape from the diamond only after undergoing multiple total internal reflections. അപ്പോൾ ആ ഡയമണ്ട് കട്ടറിൻ്റെ സ്കില്ല് അനുസരിച്ചിട്ടാണ് അത് എത്ര പ്രാവശ്യം ഉള്ളിൽ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ അണ്ടർഗോ ചെയ്യുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ബ്രില്യൻസ് കൂടിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് എ സ്കിൽ ഓഫ് ദി ഡയമണ്ട് കട്ടർ വിച്ച് determines the brilliance of the diamond. Only when multiple total internal reflections occur, the diamond will appear brilliant.